അരവിന്ദനോ? കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. ഒരു പണിയില്ലാത്തതുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു. ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളേ ഉള്ളൂ. പഞ്ചായത്ത് ഇലക്ഷനിലേ വരണത്. നമ്മുടെ രാജു ഇപ്രാവശ്യവും സ്ഥാനാർത്ഥിയാകണമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. രാജു എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ മെമ്പർ ആകണമെന്ന് പറഞ്ഞ് നടക്കണതാ. പക്ഷെ പാർട്ടിക്ക് കൂടി തോന്നണ്ടേ? പാവം, ഇത്തവണയെങ്കിലും പാർട്ടിക്കാര് പുള്ളിയെ പരിഗണിച്ചാൽ മതിയായിരുന്നു. അത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ്. എന്തായാലും രാജു ആക്റ്റീവായി ഫീൽഡിലുണ്ട്. എന്തു വന്നാലും ഇത്തവണ ഇലക്ഷന് ഞാനും ഉണ്ട് മത്സരിക്കും. എപ്പോ തോറ്റെന്ന് ചോദിച്ചാൽ മതി. ഈ വാർഡിൽ എന്നേക്കാൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി വേറെ ഉണ്ടോ? നോട്ടയ്ക്ക് ഇയാളെക്കാൾ വോട്ട് കിട്ടും. ഇല്ല, നോട്ട് വാരി എറിയണം, എന്നാലേ ഇലക്ഷൻ ജയിക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്തിട്ടാണേലും ഇത്തവണ ഈ വാർഡിൽ മത്സരിച്ച് ഞാൻ വിജയശ്രീ ലാളിതനാവും. വിജയശ്രീ ലളിതം നമുക്ക് വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല, അവര് എതിർ പാർട്ടിക്കാർ. എടാ, വിജയശ്രീ ലാളിതൻ എന്ന് പറഞ്ഞാൽ ജയിക്കുമെന്ന്. ഈ രാജു ഇത്തവണ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കും. ഈ രാജു പഞ്ചായത്ത് മെമ്പർ ആകുന്നതിനാണോ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്? അത് വേറെ. രാജു ചേട്ടൻ എന്തിനാ പഞ്ചായത്ത് മെമ്പർ ആകണത്? രാജു ചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം. രാജു ചേട്ടാ സ്വപ്നം കാണുമ്പോ ഒട്ടും കുറക്കണ്ടല്ല. അപ്പൊ ഞാൻ ജയിക്കുമല്ലേ? സ്വന്തം ഭാര്യയുടെ പിള്ളേരുടെ വോട്ട് കിട്ടിയ ഭാഗ്യം. അത് ചേച്ചിയുടെ പിള്ളേരുടെ വോട്ട് ഈ വാർഡിലേക്ക് ചേർക്കണമെന്നാവും പറഞ്ഞത്. നിങ്ങൾ അപ്പുറത്തെ വാർഡിലായിരുന്നല്ലോ താമസിച്ചിരുന്നത്. അതൊക്കെ ഇങ്ങോട്ട് മാറ്റിയായിരുന്നു കുറെ കൊല്ലായി. അപ്പൊ എതിർ സ്ഥാനാർത്ഥിക്ക് 2-3 വോട്ട് ഉറപ്പായി. 40 കൊല്ലായിട്ട് ഈ വാർഡിൽ സ്ഥാനാർത്ഥിയാകാനായിട്ട് ഞാൻ നടക്കും. അച്ഛനെയും അമ്മാവനെയും കൊച്ചിച്ചനെയും എന്ന് വേണ്ട എല്ലാവരെയും പാർട്ടി ഓരോ തവണ സ്ഥാനാർത്ഥികളാണ്. എന്നെ മാത്രം പരിഗണിച്ചില്ല. അറിയാം, ബന്ധുക്കൾ തന്നെ ഇലക്ഷൻ നിൽക്കുമ്പോ പാവൻ ചേട്ടന് അവർക്കെതിരെ മത്സരിക്കാൻ പറ്റുമോ? അതെ, പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരാനും വിറക് കെട്ടാനും ചേട്ടൻ. സ്ഥാനാർത്ഥിത്വം വരുമ്പോ ബന്ധുക്കള്. നിങ്ങളെന്റെ കൂടെ തന്നെ കാണില്ല. പിന്നെ കൂടെ പറപ്പായി കൂടെ ഉണ്ടാവും. നമ്മുടെ ഇതുവരെയുള്ള ഷോർട്ട് ഫിലിമിൽ ഇവിടത്തെ 100 പേര് അഭിനയിച്ചിട്ടില്ലേ? അതിന് പറഞ്ഞുതരാം. അവരുടെ എല്ലാവരുടെയും കൂടി വോട്ട് കിട്ടിയാൽ 100 വോട്ടായി. ഇവരുടെ വീട്ടുകാരുടെയും കൂടി വോട്ട് കിട്ടിയാൽ ജയിക്കാനുള്ള വോട്ടായില്ലേ? ബെസ്റ്റ്. എന്നാ പിന്നെ നമ്മുടെ ഷോർട്ട് ഫിലിം കാണുന്ന ആൾക്കാരുടെ വോട്ട് കൂടെ കൂട്ടും. അതെ. നമ്മുടെ ഷോർട്ട് ഫിലിം കണ്ടവരാരും വോട്ട് ചെയ്യല. ഇനി അഭിനയിച്ച കാലുതിലൊടിക്കുന്നൊക്കെയാണ് കമന്റ്. ഇനി ഇത്തവണ ചേട്ടന്റെ ഭാര്യ എങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാക്കിയല്ലേ? നടക്കിയല്ല. അവളുടെ ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, SLC ബുക്ക് എല്ലാം എന്റെ കയ്യിലായിരിക്കും. മതിയായ രേഖകളില്ലാണ്ട് മത്സരിക്കാൻ പറ്റുമോ? ഗ്യാസ് കണക്ഷന്റെയും ഹരിത കർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് കൊടുക്കുന്നതിന്റെയും കാർഡ് കൂടി എടുത്തു വെക്കേണ്ട കാര്യം. അത് എന്റെ കസ്റ്റഡിയിലാണ്. എന്റെ കാര്യം പാർട്ടിയിൽ പറഞ്ഞ് ശരിയാക്കാൻ ഞാൻ നമ്മുടെ ബോസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കമ്മിറ്റി കഴിഞ്ഞിട്ട് ഇതുവഴി വരാമെന്നവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നറിയാം സ്ഥാനാർത്ഥിയാകോ ഇല്ലേന്ന്. ഇനി എങ്ങാനും ബോസ് കയറി സ്ഥാനാർത്ഥിയാകാതിരുന്നാൽ മതിയായിരുന്നു. ശരിയാ, അവനെ വിശ്വസിക്കാൻ പറ്റിയല്ല. അവൻ ചതിക്കുവോ? വരുന്നുണ്ട്. എന്തായി? ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷേ ചേട്ടന്റെ പേര് കേട്ടത് എല്ലാരും കൂടെ എതിർത്ത്. ഇനി ചേട്ടനെ പറയാനായിട്ട് ഒരു കുറ്റവും ഇല്ല. 3-4 പെണ്ണ് കേസ്, പിന്നെ പിരിവ് നടത്തി അടിച്ചു മാറ്റിയ സാമ്പത്തിക തിരിമറി, ഇത്രയൊക്കെയല്ലേ ചേട്ടനെ പറ്റി പറയാം. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ? നീ ചോദിക്കണായിട്ട് ഞാനിതെല്ലാം ചെയ്യണ പോലെ ഉണ്ടല്ലോ. ഞാൻ ഡീസന്റ് ആണ്. നിന്നെ അല്ല, പൊതുവായിട്ട് പറഞ്ഞതാ. എന്റെ പൊന്നോ, പൊന്നു തന്നെടാ. ഞാൻ 916. അപ്പൊ ഫലത്തിൽ പാർട്ടി ചേട്ടനെ കൈവിട്ടു. എങ്കിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. പണ്ടേ ഞാൻ സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ്. അത് സത്യസന്ധമായ പ്രസ്താവനയാണ്. ചേട്ടൻ അങ്ങേയറ്റം സ്വതന്ത്ര കാഴ്ചപ്പാടുള്ളയാളാ. ചേട്ടോ, അറിഞ്ഞോ? പാർട്ടി ഈ വാർഡിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. എന്തായാലും ഇത്തവണയും രാജചേട്ടന് മത്സരിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അതെന്താ? ചേട്ടൻ ഈ രാജ്യത്ത് പൗരനല്ലേ? അതല്ല, ഇത്തവണത്തെ ഇവിടുത്തെ പാർട്ടി സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാമോ? ആരാ? രാജു ചേട്ടന്റെ മകള് ജാനകി രാജേന്ദ്രൻ. വേഗം വീട്ടിലേക്ക് ചെല്ല്,
അവിടെ എല്ലാവരും ഉണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനവും ഹാരാർപ്പണവും എല്ലാം നടക്കുകയാണ്. ചതിച്ചോ? ജാനകി രാജേന്ദ്രൻ കി ജാനകി രാജേന്ദ്രൻ കി ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥി ജാനകി രാജേന്ദ്രൻ കി. കൂടെ പറപ്പായി കൂടെ ഉണ്ടാവും. രാജുചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം. രാജുചേട്ടൻ ജാനകി നമ്മുടെ സ്ഥാനാർത്ഥി ധീരതയോട് നയിച്ചോളൂ നേതാവേ. ജാനകി നമ്മുടെ നേതാവേ. ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥി ജാനകി രാജേന്ദ്രൻ കി. ആ രാജിച്ചേർന്ന എന്തൊക്കെയുണ്ട്? ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു. ആ എന്റെ മകള് ജാനകിയാണ് ഞാൻ ഇത്തവണ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പോണത്. ആ ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ നിന്റെ എല്ലാവിധ സഹകരണവും ഉണ്ടാവണം. അതിനോട് പ്രത്യേകിച്ച് പറഞ്ഞോ, നമുക്ക് തകർക്കണം. അത് മതി, കാണാം.